ഹായ് എവരിവൺ, എവർക്കും ട്രാപ്റ്റർ മെല്ലുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നല്ലൊരു കിടിലം 3 പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ 3 പോയിന്റ്സ് കൊണ്ട് നിങ്ങൾക്ക് വളരെ രീതിയിൽ നല്ല പോയിന്റ്, നിരവധി പോയിന്റ് ക്യാച്ച് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ മൂവ് നോക്കി ഇൻട്രാഡേ ഹൈ ടു, ഓക്കെ, ഇന്ന് ഇൻട്രാഡേ ഹൈ ടു ലോ നിയർലി 1500 1600 പോയിന്റോളം മാർക്കറ്റ് വീണു. ഓക്കെ, അപ്പോൾ ഈ ഒരു വന്നൊരു മൂവ് എങ്ങനെ വന്നു? ഈ വന്നൊരു മൂവ് എങ്ങനെ വന്നു? അതിന് മുന്നേ മാർക്കറ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്തത്? ഓക്കെ, അതിന് മുന്നേ മാർക്കറ്റ് എന്ത് സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്? അതൊന്നും കൂടി നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കൊണ്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കുറച്ച് ജോലി തിരക്കുള്ളത് കൊണ്ടാണ് എനിക്കൊരു ടെലഗ്രാമിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ അപ്ഡേഷൻസ് തരാൻ പറ്റാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദയവേത് സഹകരിക്കുക. അടുത്ത മാസം പകുതിയോട് കൂടി ഞാൻ ഒരല്പം ഫ്രീ ആവുന്നതായിരിക്കും. അതുവരെ ഒരല്പം തിരക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോസും വളരെ കുറവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ലാസ്റ്റ് അപ്പോൾ ഇന്നത്തെ ഈ മൂവ് നോക്കുക, വൺ സൈഡ് ഒരു സ്ട്രെച്ചിങ് ആയിരുന്നു. ഓക്കെ, വൺ സൈഡ് സ്ട്രെച്ചിങ് ആയിരുന്നു. ഓക്കെ, സൈക്കോളജിക്കൽ പരമായിട്ട് നോക്കിയാൽ മാർക്കറ്റ് എന്നൊരു ഗ്യാപ്പ് അപ്പ് തന്നു. ഓക്കെ, ഗ്യാപ്പ് അപ്പ് തന്നു. അപ്പോൾ ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് എത്ര പോയിന്റ്? നിയർലി 400+ പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ്. ഓക്കെ, 400 പോയിന്റ് ഗ്യാപ്പ് അപ്പ് തരികയാണ്. അപ്പം ഓബ്വിയസ്ലി മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് ആളുടെ ചിന്താഗതി എന്താ? ബൈ സൈഡിലോട്ടാണ്. ഓക്കെ, അതിനു മുന്നേ തന്നെ മാർക്കറ്റ് ഉണ്ടാക്കിയ സിനാരിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് നടക്കുകയാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡ് നടന്നതിന് ശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നു, മാർക്കറ്റ് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാക്റ്റ് സപ്പോർട്ട്, ഇത് തൊട്ടടുത്ത സപ്പോർട്ട്, മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി, ഒരു സപ്പോർട്ട് കിട്ടി. ഓക്കെ, ഒരു റെസിസ്റ്റൻസിൽ സെല് ചെയ്യുന്നതായിരിക്കും, റെസിസ്റ്റൻസ് സെല് ചെയ്യുന്ന റീറ്റെയിലേഴ്സ്, സപ്പോർട്ടിൽ ബൈ ചിന്തിക്കുന്നത് ആര്? നമ്മുടെ സാധാരണ റീറ്റെയിലേഴ്സ്. ഓക്കെ, അത് ഇപ്പം ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത റെസിസ്റ്റൻസ്, മാർക്കറ്റ് തൊട്ടടുത്ത ദിവസം ഇതേ ഏരിയയിലെത്തിയപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ആളുകൾ കോൾ സൈഡിലോട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ സൈഡിലോട്ടുള്ള പൊസിഷൻസ് ക്യാരി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എക്സാക്ട് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് മൂവ് ആയതിനു ശേഷം ലാസ്റ്റ് ഡേ സാറ്റർഡേ ഞാനൊരു അപ്ഡേഷൻ ടെലിഗ്രാമിൽ തന്നിരുന്നു. മാർക്കറ്റ് എക്സാക്ട് ഒരു മാർക്കറ്റ് അതിന് മുന്നേ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ റെസിസ്റ്റൻസിലെ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടോ, പിന്നെയും വന്ന് സെല്ലിങ് എക്സാക്ട് ഇത് നോക്കുക. ഓക്കെ, ഇത് വേൾഡ് ഫേമസ് ചാർട്ട് പാറ്റേൺ ആണ്. ഇറ്റ്സ് എ ക്ലിയർ ഡബ്ല്യു പാറ്റേൺ. ഓക്കെ, ക്ലിയർ ഡബ്ല്യു പാറ്റേൺ. അതിനൊപ്പം തന്നെ അന്നത്തെ ദിവസത്തെ ഡേ ഹൈ, അതിന് മുൻ അതുണ്ടാക്കിയ നേരത്തെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഓൾറെഡി ഒരു ട്രെൻഡ് ലൈനും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ട്രെൻഡ് ലൈനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റ്, ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡ്, ഒന്നാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡബ്ല്യു പാറ്റേൺ വന്നു കഴിഞ്ഞ്, ഓക്കെ, ഡബ്ല്യു പാറ്റേൺ വന്നതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരികയാണ്. ഓക്കെ, ഈ ബ്രേക്ക്ഔട്ട് തരാണ്. ആക്ച്വലി സാറ്റർഡേ ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാണ് ചെയ്തത്. ഈ ഏരിയ ഞാൻ ഈ ഷോർട്ട് ചെയ്തു. എൻ്റെ നിയർലി എൻ്റെ എസ് എല്ലിന് അടുത്ത്, അതായത് എൻ്റെ ടാർഗറ്റ് ആയാലും എൻ്റെ നിയർലി എസ് എല്ലിൻ്റെ അടുത്ത് ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു മൂവ് സാറ്റർഡേ പ്രതീക്ഷിച്ചാണ് മാർക്കറ്റ് താഴ്ത്തു വരുന്നത്. ബട്ട് മാർക്കറ്റ് വളരെ ട്രിക്കിയാണ്. എന്താ ചെയ്തത്? മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി. ഓക്കെ, ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി, ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട്, അതിനൊപ്പം തന്നെ ഡേ ഹൈ ബ്രേക്ക്ഔട്ട്, ഈ ഒരു റെസിസ്റ്റൻസിൻ്റെയും ബ്രേക്ക്ഔട്ട്. അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്ത്? ബ്രേക്ക്ഔട്ട് തരുന്നു, മുകളിലോട്ട് പോകുന്ന പോലെ. ഈ മുകളിലോട്ട് പോകുന്നത് പോലെ കാണിക്കുന്ന എന്താണ്? ആളുകൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. അവരവരുടെ പൊസിഷൻ സെയിൽ സൈഡിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങിയാണ്. മാർക്കറ്റ് എക്സാക്റ്റ് തിരിച്ച് വന്ന് റെസിസ്റ്റൻസിൽ സപ്പോർട്ട് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഡേ അപ്പോൾ ഇന്ന് എന്താണ് ലാസ്റ്റ് ദിവസം രാം മന്ദിർ ഉണ്ടായി. അദ്ദേഹത്തിൽ ഇനി ആളുകളുടെ റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു പോസിറ്റീവ് വൈബാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് കറക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത്, പോസിറ്റീവ് വൈബ് കൊടുക്കുകയാണ്. എന്താണ്? ഗ്യാപ്പ് അപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് കൊടുത്തതിന് ശേഷം 400+ പോയിന്റിന് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് ആ 400+ പോയിന്റ് തിരിച്ച് വന്ന് റീടെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, റീടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആളുകളുടെ വിചാരം? ഗ്യാപ്പ് ഫില്ലായി. ഓക്കെ, ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന് തൊട്ടടുത്ത സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് പിരിയും തിരിച്ച് മുകളിലോട്ട് പോകും. ഓക്കെ, അങ്ങനത്തെ മാർക്കറ്റ് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. ബട്ട് മാർക്കറ്റ് പോവുകയില്ല. നോക്കുക, എക്സാക്റ്റ് തിരിച്ച് ആ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ആ സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകുന്ന പോലെ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ പറയുന്ന പെർഫെക്റ്റ് രണ്ടാമത്തെ സീക്രട്ട്. ഇതേപോലെയുള്ള എക്സാക്റ്റ് സപ്പോർട്ട് ഏരിയയിൽ അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ ഡൗൺ ട്രെൻഡ് നടന്നതിന് ശേഷം ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു 500-600 പോയിന്റ് താഴ്ത്ത് വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ഒരിക്കലും പോകാൻ നിൽക്കരുത്. ഓക്കെ, അതിന് എഗെയിൻസ്റ്റ് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കും, ബട്ട് അതിന് താഴെ ഷോർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ പോകാം. ഓക്കെ, അടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓൾറെഡി ഇത് സപ്പോർട്ടാണ്. ഇത് തേർഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് സപ്പോർട്ട്. മാർക്കറ്റ് പിന്നെയും ഈ സപ്പോർട്ടിൽ ബൈ ചെയ്തവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യാൻ വരും. ഓക്കെ, റിമൂവ് ചെയ്തും വന്നു. തിരിച്ച് ആ സപ്പോർട്ടിൽ വന്നതിന് ശേഷം മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകുന്നത് പോലെ കാണിക്കുകയാണ്. ഓക്കെ, പിന്നെയും എക്സാക്റ്റ് സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ്
മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതേപോലെയുള്ള സപ്പോർട്ടുകൾ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത തവണ അവിടെ വരുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഈ ഏരിയയിൽ സപ്പോർട്ട് എക്സാൽ സപ്പോർട്ടിൽ ബൈ ചെയ്യുക. തിരിച്ച് പിന്നെയും ഇതേ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിൽ എക്സാക്ട് സപ്പോർട്ടിൽ ബൈ ചെയ്യുന്നത് പോലെ കാണിച്ചാൽ മാർക്കറ്റ് അതിനുശേഷം നല്ല രീതിയിൽ താഴത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് സിനാരിയോ ഐഡന്റിഫൈ എങ്ങനെ ചെയ്യണം? നമ്മൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക. ഓക്കെ, ട്രെൻഡ് മനസ്സിലാക്കുക. ഓക്കെ, ട്രെൻഡ് മനസ്സിലാക്കിയ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്, രണ്ടാമത്തെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുക. ഓക്കെ, ട്രെൻഡ് ഓൾറെഡി ഡൗൺ ട്രെൻഡ്, അതിനുശേഷം സ്ട്രെങ്ത്. ഓക്കെ, സ്ട്രെങ്ത് മനസ്സിലാക്കിയപ്പോൾ ഈ വന്ന മൂവിനകത്ത് നല്ല ഹ്യൂജ് സ്ട്രെങ്ത് ആണുള്ളത്. ഓക്കെ, ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്, അതിനുശേഷം വന്നത് എക്സാക്ട് നല്ല സ്ട്രോങ് ഡൗൺ സ്ട്രെങ്ത് ഉള്ള ഡൗൺ ട്രെൻഡ്. തേർഡ്, എക്സാക്ട് സപ്പോർട്ടിൽ ബൈ ചെയ്യുക, എക്സാക്ട് സപ്പോർട്ടിൽ ബൈ ചെയ്യുക. അതിനൊപ്പം തന്നെ മാർക്കറ്റ് വേൾഡ് ഫേമസ് ചാർട്ട് പാറ്റേൺസ് കാണിക്കുക. അപ്പോൾ ചാർട്ട് പാറ്റേൺസ് കാണിച്ച് ട്രേഡ് ചെയ്തവരുടെയൊക്കെ അവസ്ഥ, ഓക്കെ, തിരിച്ച് റീറ്റെയിലേഴ്സിന് എൻട്രി എടുക്കുക. എല്ലാവരും ചിന്താഗതി മുകളിലോട്ട് മാത്രമാക്കിയതിനു ശേഷം മാർക്കറ്റ് ക്വിക്കായിട്ട് താഴ്ത്തു വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ചാർട്ട് പാറ്റേൺസും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുക, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവസാനമായിട്ട് ഈ വീഡിയോ കണ്ടവർക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം, മാർക്കറ്റിൽ ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ 2 തൊട്ട് 2:20 വരെ വലിയ നല്ലൊരു മൂവ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 മണി തൊട്ട് 2:20 വരെ മാർക്കറ്റിൽ ബൾക്ക് ഓർഡേഴ്സ് ഓക്കെ വരുന്ന ഒരു ടൈമുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഞാനൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആവശ്യമുള്ളവരാണെങ്കിൽ ഓക്കെ, അതിനെപ്പറ്റി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയാണ് ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു മാസ്റ്റർ ക്ലാസ് തന്നെ നടത്തുന്നതായിരിക്കും. ഓക്കെ, എനിവേ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.